ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. നിങ്ങളെ കണ്ടൊക്കെ എനിക്ക് കഴിയില്ലേ, അതുകൊണ്ടാ. എന്താവശ്യമുണ്ടെങ്കിൽ ഈ പൊന്നപ്പറടി ആരിങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി. അത് നമുക്ക് പരിഹരിക്കാം. അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം. അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണെന്തിനാ? കോടതി ഇലക്ഷൻ അല്ലേ, അങ്ങനെ കോടതി ഇലക്ഷൻ അല്ല. പക്ഷെ എനിക്ക് നീ ഒരു പുല്ല എന്തെങ്കിലും പൂത്ത കാശിട്ടാ. ഇവിടെ കോടതി ഇലക്ഷൻ അല്ലല്ലോ. ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകിയതിൽ ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അതും കുറ്റ പിന്നെ അത് കിട്ടണം. കോടതി ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. കാലിന് കേസ് പരിഗണിച്ചപ്പോൾ വേണ്ടി വന്നാൽ ഈ ജാമ്യം തന്നെ റദ്ദാക്കാൻ മടിക്കില്ല എന്നുള്ളത് ഹൈക്കോടതി മുന്നറിയിപ്പും നൽകിയിരുന്നു. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ സാമ്പത്തികമില്ലാതെ ഉള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തെന്നുള്ള വാർത്തകൾ കണ്ടു. അങ്ങനെയല്ല. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് എന്നൊക്കെയുള്ള ന്യൂസുകൾ കണ്ടു. ഒരിക്കലും ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ചെയ്യില്ല. ഞാൻ എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു, കോടതിയെ ബഹുമാനിക്കുന്നു. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. അപ്പൊ താങ്കൾ തന്നെയാണ് പറഞ്ഞത് അതിനുവേണ്ടിയാണ് താൻ അവിടെ കിടന്നത്, അല്ലാതെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നല്ല താങ്കൾ പറഞ്ഞത്. കോടതിയെ ധിക്കരിക്കാനോ അതിനുവേണ്ടി മനഃപൂർവ്വം ഇറങ്ങാതിരിക്കുകയോ അങ്ങനത്തെ ദുരുദ്ദേശങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മാപ്പ് പറയാൻ യാതൊരു മടിയോ ഈഗോ കോംപ്ലക്സോ എനിക്കില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.